ആഴ്ക്ക കാക്ക. അയ്യോ എന്റെ മുളക് അത്ര എടുത്ത് കഴിച്ച്. മാട്ടും കാട്ടും ഉണക്ക ഇട്ടാലും കാക്ക ഒന്നും എടുത്തോണ്ട് പോവല്ലോ. കാക്കയ്ക്ക് വേറെ ഭക്ഷണം ഒന്നും കഴിക്കാൻ കിട്ടില്ല. ഇത്ര ദാരിദ്ര്യോ? കഷ്ടപ്പെട്ട് വാങ്ങിച്ചോക്കണ മുളകിനെയാണ് അത്രയും കഴിച്ചോണ്ട് പോണത്. ഈ മുളക് ഉണക്ക ഇട്ടതും കൂടെ കാക്ക കഴിച്ചോണ്ട് പോണ്. കാക്കേ ആഴ്ക്ക കാക്ക. അതോ പോണു. അല്ല കാക്ക കൊത്തി തിന്നുന്നത് നീ കണ്ട? ആന്ന് ഞാൻ വരുമ്പോഴത്തേക്ക് കാക്ക മുളക് കൊത്തി തിന്നോണ്ടിരിക്കണം. എന്നാ ഇന്ന് കാക്കയ്ക്ക് 8ന്റെ പണി കിട്ടും. അതെ, ഈ മുളകിട്ടിട്ട് നീ എനിക്ക് കറി ഉണ്ടാക്കി തരുമ്പോഴേ അത് കഴിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതിന്ന് കാക്ക അറിയും. ഞാൻ ഉണ്ടാക്കണ മുളക് മീൻകറി വിട്ടിട്ടൊന്നും ആർക്കും അസുഖം വന്നിട്ടില്ല. പിന്നെ നമ്മൾ ഉണ്ടാക്കണ മീൻകറി കഴിച്ചിട്ട് കാക്ക ഓടിക്കാനുള്ള വഴി നോക്കാതെ നമ്മളെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നത് എന്ത് പറഞ്ഞാലും നമ്മുടെ നെഞ്ചത്ത് കയറലല്ലേ. തമാശ പറഞ്ഞല്ലേ? ഇനി മേലെ ഇങ്ങനെ തമാശയായിട്ട് പറയരുത്. മണി ഒന്നും പറയണ്ട. കഷ്ടമാണല്ലോ. വന്ന് കാക്ക വരെ നമുക്ക് പണി തീരുകയാണ്. ദേശത്തിലാ പോയത്. ഇനിയിപ്പം മണി എന്ത് വിഷയം വന്നാലും എന്നെ ഇട്ടിട്ട് 2 താങ്ങ താങ്ങിയില്ലെങ്കിൽ അങ്ങേർക്ക് സമാധാനം വരൂല. കാക്ക കാരണമാണ് എല്ലാം സംഭവിച്ചത്. മനുഷ്യന്റെ മനസമാധാനം കേൾക്കാൻ കാക്ക മാത്രം മതിയല്ലോ. എല്ലാം എന്ത് സാധനം വന്നാലും നമുക്കിട്ട് അവസാനം പണിയണം. മണി അടിക്കാൻ നോക്കണ്ട. എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ വിഷമത്തിലിരിക്കുക. ഞാന് സത്യത്തിൽ നിന്നെ കളിയാക്കിയതല്ല, തമാശക്കൊരു ഉദാഹരണം പറഞ്ഞല്ലേ. അത് നിനക്ക് ഇങ്ങനെ ഫീൽ ചെയ്ത് ഞാൻ വിചാരിച്ചു. എന്തോന്ന് പറഞ്ഞാലും എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത്. ഇനി ഇങ്ങനത്തെ തമാശ ഒന്നും പറയരുത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മണി, എനിക്കൊരു അബദ്ധം പറ്റിയതാ. നീ അങ്ങ് ക്ഷമിക്ക്. ഇനി ഞാൻ പറയില്ല. ഉറപ്പാണോ? ഉറപ്പ്. എനിക്ക് വിശ്വാസമൊന്നുമില്ല. ഇത് കറങ്ങി തിരിഞ്ഞ് വീണ്ടും കളിയാക്കും. ഇവളുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇനി കളിയാക്കൂല. ഉറപ്പാണല്ലോ. എടി പിന്നെ ഈ എന്തെങ്കിലും സാധനം ഉണക്കായിടുമ്പോ കാക്ക വന്ന് ശല്യം ചെയ്യണമെങ്കിലേ അത് ഒഴിവാക്കാൻ ഒരു വഴിയുണ്ട്. ഒരു കുട നിവർത്തി വെക്കണം, അല്ലെങ്കിൽ ഒരു കറുത്ത തുണി എടുത്ത് വെക്കണം. ചില സ്ഥലങ്ങളിലാണെങ്കിൽ കാക്കയുടെ തൂവലാണ് എടുത്ത് വെക്കുന്നത്. കറുപ്പ് കണ്ടാ കാക്ക വരില്ല. ഓഹോ, പുതിയ അറിവായിരുന്നു കേട്ടോ. ഇതൊന്നും എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു. രവിയേട്ടാ, ഇതൊക്കെ പണ്ടേ മനുഷ്യൻ ചെയ്ത് തോറ്റു തുന്നമ്പാടി ഇരിക്കുന്ന കാര്യമാണ്. തുണി കൊണ്ട് വെക്കുമ്പോണ്ടല്ലോ, കറുത്ത തുണി കണ്ടു ഫ്രണ്ട്സിന്റെ അടുത്ത് ഇരിക്കുമ്പോൾ ചേർന്ന് ഇരിക്കുന്നു. അതായത് കുട നിർത്തി വെക്കുമ്പോണ്ടല്ലോ, അതിന്റെ അടിയിൽ വെയിൽ കൊള്ളാതെ വന്നിട്ട് നല്ല സുഖമായിട്ട് ചൂടൊന്നും അടിക്കാതെ ഇങ്ങനെ കൊത്തി കൊത്തി തിന്നോണ്ട് പോകണം. പിന്നെ തൂവല് ഞാൻ വെച്ചിട്ടില്ല. ഇനി അതിനെ ഓട്ടിക്കണെങ്കിലേ വല്ല ബോംബ് പൊട്ടിക്കേണ്ടി വരും. കടുങ്കയൊന്നും കാണിക്കില്ലേ മണി? കടുങ്കൈ ചെയ്യണോന്ന് ഞാൻ ആലോചിച്ചോണ്ട് നിൽക്കണം. ഒരു തോട്ടം ഒട്ടിച്ചാലോ? അവള് ഇന്ന് കരഞ്ഞോണ്ടിരിക്കുന്ന അവിടെ. ആര്? പിങ്കി. നീ എന്തെങ്കിലും ചെയ്ത് കാണും. ഞാൻ എന്തെങ്കിലും ചെയ്ത ഇവിടെ വന്ന് പറയോ? സത്യം പറ, എന്റെ കൊച്ചിനെ വല്ലതും ചെയ്താ നീ? ഞാൻ എന്ത് ചെയ്യാനാണ്? അവള് വെറുതെ കാര്യമൊന്നുമില്ല, എന്തെങ്കിലും കാര്യമുള്ള കാര്യമായിരിക്കും. അമ്മ കാര്യം എന്താന്ന് ചോദിച്ചിട്ട് അവള് പറയണില്ല. അതുകൊണ്ടാ ഞാൻ നിങ്ങളുടെ വന്ന് പറഞ്ഞത്. പിന്നെന്തിനാ അവള് കാര്യമാണ്? മണി നീ വാ, നമുക്ക് ചോദിക്കാം. ചോദിക്കില്ലെന്ന്. ഇല്ലെന്ന് മോളെ. കണ്ട നോക്ക് മോളെ. അയ്യോ പിങ്കിക്കുട്ടി, പിങ്കി ഞാൻ കൊറേ നേരം ചോദിച്ചോണ്ടിരുന്നു. എന്നിട്ട് എന്റെ അടുത്ത് ഒന്നും പറയണില്ല. പിങ്കി എന്തിനാ മക്കളെ കാര്യം പറയടാ. പറയടാ, എന്ത് പറ്റി? എനിക്ക് കാര്യം എന്തെന്ന് പറ പിങ്കി. എന്തിനാണ് കരയണെന്ന് മക്കള് പറഞ്ഞല്ലേ ഞങ്ങൾ മനസ്സിലാവുള്ളൂ. കരയാതെ അച്ഛനോട് കാര്യം പറ. എന്താ പറ? എന്തിനാണ് കരയാണെന്ന് അറിഞ്ഞൂടെ? പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ? വരണ വഴിക്കല്ലതും വല്ലതും പറഞ്ഞാണോ ആരെങ്കിലും? മോളെ എന്ത് പറയാ? നിക്ക് മോള് പറ, അച്ഛനോട് പറ, കാര്യം പറ. എന്താ മോളെ കരയണേ? എന്താ ഇങ്ങനെ മക്കളെ? ഇങ്ങോട്ട് നോക്ക്, ഒരു കാര്യം പറയട്ടെ. മക്കള് കാര്യം മനസ്സിൽ വെച്ചോണ്ടിരുന്ന ഞങ്ങൾക്ക് ആർക്കും കാര്യം മനസ്സിലാവൂല. നീ പറഞ്ഞാലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാലോ. മക്കളെ പറ. പിങ്കി നീ അത് കാര്യത്തിൽ നിർത്തണാ. പിങ്കി ഇങ്ങനെ കരയാതെ. ഇങ്ങനെ കരയും മാത്രം എന്തുകൊണ്ടായി? ഞാൻ ചോദിക്കാം. മോളെ മോളിങ് വാ. ഞാൻ എന്റെ മോളത് ചോദിച്ചോളാം. അത് ഇവിടെ പറഞ്ഞാ പോരെ, നമ്മൾ കൂടെ കേൾക്കുമല്ലോ കാര്യം. നിങ്ങൾ എഴുന്നില്ലേ? അവൾ എന്റെ അടുത്ത് പറയാം. മോളിങ്ങിട്ട് വാ. എന്ത് മക്കളെ ഇങ്ങനെ കരയണേ?